Once again, welcome back to my video blog. My name is Ibad Rahman. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്മാർട്ട് ടി വിയെ കുറിച്ചാണ്. ഇപ്പോൾ ഓണമല്ലേ വരാൻ പോകുന്നത്. നമ്മുടെ പല സുഹൃത്തുക്കളും ഒരുപക്ഷെ ടി വി വാങ്ങിക്കാനൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ടാകാം. അവർക്ക് പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ്. ടി വി കമ്പനിയുടെ പേര് iFalcon എന്നാണ്. iFalcon കുറിച്ച് പറയുമ്പോൾ ടി സി എൽ ഗ്രൂപ്പിൻ്റെതാണ് ഈ iFalcon. ടി സി എൽ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് വേൾഡിലെ രണ്ടാമത്തെ ടി വി മാനുഫാക്ചേഴ്സ് ആണ് ടി സി എൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ടി സി എല്ലിൻ്റെ ടി വി ഉപയോഗിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ. എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് അറിയാമല്ലോ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടി സി എൽ കമ്പനിയിൽ തന്നെ ടെൻസെൻറ്റ് കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതായത് ടെൻസെൻറ്റ് കമ്പനിയുടെ പബ്ജി ഗെയിമുകളെല്ലാം ഇനി ഒരുപക്ഷെ ടി വിയിലേക്ക് പബ്ജി വരുന്ന കാലഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ടി വിയിൽ ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് ഉറപ്പറയാൻ സാധിക്കും. എപ്പോഴും പല സുഹൃത്തുക്കളും ടി വി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കൺഫ്യൂഷൻ ആകാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റി. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടി വി വാങ്ങിക്കുന്ന സമയത്ത് ഇത് ആൻഡ്രോയിഡ് ടി വി ആണോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൻഡ്രോയിഡിൻ്റെ അപ്ഡേറ്റ് ഇനി ഇറങ്ങുന്ന എല്ലാ ആൻഡ്രോയിഡ് ടി വികളാണ് കേട്ടോ അപ്ഡേറ്റ് നമുക്ക് എപ്പോഴും ലഭിക്കുകയും ചെയ്യും. ഈ iFalcon ഒഫീഷ്യൽ ആൻഡ്രോയിഡ് ടി വി ആണ്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ കൊള്ളാവുന്ന ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ കണക്ടിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒരു യു എസ് ബി ഉള്ളു. ഉള്ളതുപോലെ പറഞ്ഞല്ലോ. സാധാരണ ഡൈവ ടി വിയിലേക്ക് 2 USB കണക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇതിൽ ഒരു USB മാത്രമാണുള്ളത്. 2 HDMI പോർട്ടുകളുണ്ട്. അതേപോലെ നമ്മുടെ ടി വി ആൻറ്റിയുടെ കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലത്തെ കണക്ടിവിറ്റികളുണ്ട്. പക്ഷേ നോർമൽ കേസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യം ഇതൊരു ആൻഡ്രോയിഡ് ടി വി ആണ് എന്നുള്ളതാണ്. റിമോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാണുന്നതാണ് റിമോട്ട് വളരെ ഇതിൻ്റെ ആക്ടിവിറ്റികളെല്ലാം ചെറുതാണ്. സാധാരണ നമ്മൾ ഡൈവ ടി വികൾ വന്നപ്പോൾ വല്ല നീളമുള്ള റിമോട്ടായിരുന്നു. പക്ഷേ ഇതൊരു വളരെ ചെറുതായിട്ടുള്ളൊരു സ്മാർട്ട് റിമോട്ടാണ്. ഇതിന് വലിയ നമ്പറുകളോ ഒന്നുമില്ല. വളരെ കുറച്ച് ബട്ടണുകൾ മാത്രമാണുള്ളത്. ഇൻട്രസ്റ്റിംഗ്ലി ഒരു കാര്യം നമുക്ക് പറയേണ്ടത് ഈ ടി വിയിൽ തന്നെ ഗൂഗിൾ അസിസ്റ്റൻസ് വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് എവിടെ ഉപകാരപ്പെടുമെന്ന് അറിയോ? നമ്മുടെ വീട്ടിൽ ഈ ടി വി കണക്ട് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളാണെങ്കിലും ഈ ഗൂഗിൾ അസിസ്റ്റൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഹേ ഗൂഗിൾ, ഹു ഈസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അപ്പം തന്നെ ടി വിയിൽ നമുക്ക് കാണിച്ചു തരും. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മൊബൈലിലേക്ക് പോകാതെ തന്നെ ടി വിയിൽ നിന്നുകൊണ്ട് തന്നെ ഹേ ഗൂഗിൾ, ഹു ഈസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഹേ ഗൂഗിൾ, ഹൗ മെനി കിലോമീറ്റേഴ്സ് ടു ലുലു മാൾ? ഹേ ഗൂഗിൾ, വാട്ട് ഇസ് ദ ട്രാഫിക് കണ്ടീഷൻ ഓഫ് ലുലു മാൾ? നമ്മൾ എവിടെയാണോ പോകുന്നത് എല്ലാ ഇൻഫർമേഷനുകളും നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസിൻ്റെ സഹായത്തോടു കൂടി ലഭിക്കുകയുണ്ട്. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. വോയിസ് സെർച്ചിൻ്റെ കേസ് പറയുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട വേറൊരു കാര്യം കൂടെ പറയണം. ഇപ്പോൾ വോയിസ് സെർച്ച് റെക്കമെൻഡ് ചെയ്ത ടി വി അല്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിവ്യൂ ചെയ്തത്. പക്ഷേ ഇത് വോയിസ് സെർച്ച് ഉണ്ട്. വോയിസ് സെർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഒരു പക്ഷേ യൂട്യൂബ് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും വോയിസ് സെർച്ച്, അതായത് നമുക്ക് പറയാം ഓപ്പൺ ഇബാദ് റഹ്മാൻ ടെക് അല്ലെങ്കിൽ എന്താ പറയുക സുജിത് ഭക്തൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് സെർച്ചോട് കൂടിയിട്ട് യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അതെവിടെയാണ് പ്രയോജനകരമാണല്ലോ. നമ്മുടെ ആളുകൾ ഇനി ടി വി സീരിയൽസും സിനിമകളെല്ലാം യൂട്യൂബിലും അതേപോലെയുള്ള ആപ്പുകളിലും കാണുന്ന കാലഘട്ടമാണ് വരുന്നത്. അപ്പം നമുക്ക് വോയിസിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഒരു പ്രത്യേകത. റിമോട്ട് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നെറ്റ്ഫ്ലിക്സിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ആപ്പുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സാധാരണ കേസിൽ ചില സുഹൃത്തുക്കൾ ടി വികൾ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രോം കാസ്റ്റ് വാങ്ങിക്കാറുണ്ട്. ഞാൻ എൻ്റെ ആവശ്യമില്ല. ക്രോം കാസ്റ്റ് ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നിന്നുകൊണ്ടിട്ട് എന്താ പറയുക, മൊബൈൽ ഫോണിൽ ക്രോം കാസ്റ്റ് ഉള്ളതുകൊണ്ട്, ക്രോം കാസ്റ്റിൻ്റെ ബട്ടൺ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യാൻ മതി. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിലും വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഇനി വേണ്ട വാട്സപ്പ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഒറ്റ സ്വിച്ചിങ്ങിലൂടെ നമ്മൾ ടി വിയിൽ മിറർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല ലാപ്ടോപ്പ് മിറർ ചെയ്യാനും നമുക്ക് ഇതിൽ സാധിക്കുന്നതാണ്. ക്രോം കാസ്റ്റ് ഇൻബിൽറ്റ് ആയതുകൊണ്ട് എന്താ പറയുകയെന്ന് അറിയോ, നമ്മൾ പലപ്പോഴും ചില ഫാമിലി ഫോട്ടോസൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിലാണ് നമ്മൾ എടുക്കുന്നത്. ഈ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് വലിയ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് ഈ ക്രോം കാസ്റ്റ് സഹായിക്കും.
എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു വയർലെസ് മൗസും കീബോർഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വയർലെസ് മൗസിന്റെ പോർഷൻ USB-യിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബ്രൗസ് ചെയ്യാനൊക്കെ ഈ ഒരു മൗസ് കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പോൾ റിസർച്ച് ചെയ്യാനൊക്കെ ഒരു വയർലെസ് 650 രൂപയുടെ ഒരു വയർലെസ് മൗസും ഒരു കീബോർഡും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതിൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില TV-കൾ ചില ആൾക്കാർ ഓൺലൈനിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഐഫാൽക്കൺ കമ്പനിയുടെ പ്രത്യേകത ഓൺലൈനിൽ ആകെയുള്ളത് 1 ഇയർ വാറൻറ്റിയാണ് ഉള്ളത്. ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ 2 ഇയർ വാറൻറ്റിയാണുള്ളത്. അവിടെ നമുക്ക് ചെറിയൊരു പോരായ്മ പറയേണ്ടതായിട്ടുണ്ട്. MI VU TV-കളെല്ലാം 3 വർഷം വരെ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഐഫാൽക്കൺ 2 ഇയർ വാറൻറ്റി മാത്രമാണ് നൽകുന്നത്. 2 ഇയർ വാറൻറ്റി നൽകുമ്പോൾ സ്പോട്ടിൽ വന്നുകൊണ്ടിട്ട് അവർ TV ഇൻസ്റ്റാൾ ചെയ്യും. അതേപോലെ തന്നെ വാൾ മൗണ്ട് നമുക്ക് അതിൽ ഫ്രീ ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ TV നൽകുന്നുണ്ട്. ഡിസ്പ്ലേ വൈസ് ക്വാളിറ്റി ഉള്ളതാണ്, ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസിൻ്റെ സഹായത്തോടുകൂടി എന്തൊരു കാര്യവും നമുക്ക് ഈ TV-യോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. USB ഒരു പോർട്ട് മാത്രമാണുള്ളത്, അതും നമുക്കൊരു പോരായ്മയായിട്ട് പറയാൻ സാധിക്കുന്നത്. സ്പീക്കർ ഓഡിയോ ക്വാളിറ്റി നല്ലൊരു കണക്ടിവിറ്റിയാണ്. ഈ ആൻഡ്രോയിഡ് TV വാങ്ങിക്കുമ്പോൾ നമുക്ക് അപ്ഡേഷനുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പല സുഹൃത്തുക്കളും ചോദിക്കും സർവീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ഓൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇതിന് സർവീസ് സ്റ്റേഷനുകൾ ഉള്ളതാണ്. എപ്പോഴും നമ്മൾ കാര്യം ശ്രദ്ധിക്കും, TV-കൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് സർവീസ് ഉണ്ടോ എന്ന് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു TV നമുക്ക് ഓണത്തിന് ഒരു ആൻഡ്രോയിഡ് TV വാങ്ങിക്കാൻ പോകുന്ന സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 32 ഇഞ്ച് TV-ക്ക് ഒരു 12,999 രൂപയാണ്. പക്ഷേ ഇത്രയും പറഞ്ഞതുകൂടി നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്താ മനസ്സിലാകുക, ഗൂഗിൾ അസിസ്റ്റൻസിൻ്റെ സഹായമുണ്ട്. നെറ്റ്ഫ്ലിക്സിന് ഡെഡിക്കേറ്റ് ബട്ടൺ ഉണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഹോട്ട്സ്റ്റാറും ആമസോണും പ്രൈമും സൺ നെക്സ്റ്റ് എല്ലാം അവൈലബിൾ ആട്ടോ. അതോടെ നമ്മൾ പറയേണ്ട കാര്യം അതിലൊക്കെയാണ് ഇപ്പോൾ സിനിമകളൊക്കെ റിലീസായിട്ട് വരണത്. പിന്നെ നമുക്കൊരു USB മൗസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രൗസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ TV ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത്രയും കേട്ടോടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്താ മനസ്സിലായത്. പക്ഷേ ഇനി TV വാങ്ങിക്കേണ്ട ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുകയും ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഡയറക്റ്റ് വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യുന്നു. പോരായ്മയും ഞാൻ പറഞ്ഞു, 2 വർഷമാണ് വാറൻറ്റി ഉള്ളത്. MI VU ഒക്കെ 3 വർഷം വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ഒരു USB പോർട്ടാണ് ഉള്ളത് എന്ന് നമ്മൾ പറയാൻ സാധിച്ചു. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഗാഡ്ജറ്റ്സുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ആളുകൾക്ക് എപ്പോഴും പ്രയോജനകരമായിരിക്കണം നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.